ഹായ് അസ്സലാമു അലൈക്കും. നമ്മളുടെ ഇന്നത്തെ റെസിപ്പി കട്ട്ലറ്റാണ്. വാഴച്ചുണ്ട് വെച്ചിട്ടുള്ള നല്ല സൂപ്പർ കട്ട്ലറ്റാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. അപ്പോൾ വാഴച്ചുണ്ട് കട്ട്ലറ്റാണ്. അതിനുവേണ്ടി ഇത്രയുള്ള ഒരു വാഴച്ചുണ്ട് എടുത്തിട്ടുണ്ട്. അത് ഫുള്ളായിട്ട് അരിഞ്ഞെടുത്തു, ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. പിന്നെ 2 സവാള എടുത്തു, ഒരു 4 ഉരുളക്കിഴങ്ങ്, ഒരു 5 പച്ചമുളക്, ഇതൊക്കെയാണ് ഇതിലോട്ട് ആഡ് ചെയ്തിട്ടുള്ളത്. ഞാൻ ഈ വെജിറ്റബിൾ ചോപ്പർ ഉണ്ടായി, അതിലാണ് സവാള അതിലരിയുമ്പോൾ നല്ല പൊടിയായിട്ട് അരിയാൻ പറ്റും. ഇതിപ്പോൾ പകുതി ഞാൻ അരിഞ്ഞു വെച്ചതായിരുന്നു, ബാക്കി കിട്ടിയാൻ അരിയുന്നുണ്ട്. അങ്ങനെ അതിലോട്ട് ഞാൻ കറിവേപ്പില ഇട്ട് കൊടുത്തു. ഇവിടെ സവാളയും അരിഞ്ഞു വെച്ചിട്ടുണ്ട്. പിന്നെ ബ്രെഡ് പൊടിച്ചിട്ട് എടുത്ത് വെച്ചു. ഇത് ലാസ്റ്റ് കോട്ട് ചെയ്യാനുള്ളതാണ്. ഇത് ഞാൻ ഇതിലോട്ട് 4 ഉരുളക്കിഴങ്ങാണ് എടുത്തിരിക്കുന്നത്. ഇത് വേവാൻ വെച്ചിട്ടുണ്ട്. ഒരു 3 വിസിലിന് വേവിച്ചെടുക്കാം, നല്ലപോലെ ഉടയാൻ വേണ്ടി. ആദ്യം പാൻ അടുപ്പത്ത് വെച്ച് അതിലോട്ട് ഓയിൽ ഒഴിച്ച് കൊടുത്ത് സവാളയാണ് ആദ്യം വഴറ്റുന്നത്. സവാള ഇച്ചിരി ഒന്ന് വാടിയതിന് ശേഷം ആണ് വാഴച്ചുണ്ട് ചേർത്ത് കൊടുക്കുന്നത്. സവാള ചേർത്തിട്ടുണ്ട്. അതിലോട്ട് ഉപ്പും ചേർത്ത് ഒന്ന് വഴറ്റിയെടുത്തു. അതിലോട്ട് ഞാൻ അരിഞ്ഞു വെച്ചിരിക്കുന്ന വാഴച്ചുണ്ട് ചേർത്ത് കൊടുത്ത് ഒരു 1.5 സ്പൂൺ മുളക് പൊടി, 1 സ്പൂൺ മസാലപ്പൊടി, ഒരു 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, അങ്ങനെ വാഴച്ചുണ്ടൊക്കെ നല്ലപോലെ പച്ചമണം മാറിയിട്ടുണ്ട്. അതിലോട്ട് അടച്ച് വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങ് ചേർത്ത് കൊടുത്തു. ഇത് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കണം. മിക്സ് ചെയ്തിട്ടുണ്ട്. ഇപ്പം കട്ട്ലറ്റ് ഷേപ്പ് ചെയ്തെടുക്കുന്നുണ്ട്. ഒരാൾ തവിയൊക്കെ വെച്ചിട്ട്, പക്ഷെ നല്ല പെർഫെക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. അതിൽ അങ്ങനെ ചെയ്തപ്പോൾ അങ്ങനെ കട്ട്ലറ്റ് ഓരോന്നായിട്ട് ഉരുട്ടിയെടുത്തു. നമുക്കിത് നല്ലപോലെ ഉരുട്ടിയെടുത്തിട്ട് കയ്യിൽ വെച്ച് പരത്തിയെടുത്താലും മതി. നല്ല കട്ട്ലറ്റിൻ്റെ ഷേപ്പിൽ തന്നെ ആക്കിയെടുക്കാം. ഇവിടെ ഇപ്പോൾ ഷേപ്പ് ചെയ്തിരിക്കുന്ന കട്ട്ലറ്റെല്ലാം ആദ്യം മൈദയുടെ മാവ് ലൂസായി കലക്കിയതിൽ മുക്കിയിട്ട് പിന്നെ ബ്രെഡിലോട്ടിട്ട് നമുക്ക് മുട്ടയിലും മുക്കിയെടുക്കാം. പക്ഷേ മുട്ടയിൽ മുക്കിയ എണ്ണയിലിടുമ്പോൾ ഇച്ചിരി പത വരുന്നതുകൊണ്ട് ഞാനത് ഒഴിവാക്കാൻ വേണ്ടി മൈദ ലൂസായിട്ട് കലക്കിയെടുത്തു. നമുക്ക് നേർമയായി കലക്കിയെടുത്തിട്ട് അതിൽ മുക്കി കോട്ട് ചെയ്ത് പിന്നെ വീണ്ടും ബ്രെഡിൽ മുക്കിയെടുത്താൽ മതിയാവുന്നതാണ്. ഇങ്ങനെയെല്ലാം ചെയ്തെടുത്തു.